ശ്രീ റെജി ലൂക്കോസ്, ഈ തുടക്കം മുതൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തിക്ക് മാത്രമായി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സാമാന്യമായ സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ സംശയത്തിന് കാതലുണ്ടാകണമെങ്കിൽ അതിലേക്ക് അന്വേഷണ സംഘം എത്തുക എന്നുള്ളതാണ്. അന്വേഷണ സംഘം അതിലേക്ക് എത്തുന്നു എന്ന സൂചനയാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ഡി സുധീഷ് കുമാറിന്റെ മൊഴികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് തീർച്ചയായിട്ടും അഭിലാഷ്, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇതിനു മുമ്പും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ചർച്ചയിൽ SITയുടെ അന്വേഷണം കൃത്യമായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ നിരീക്ഷിച്ചിരുന്നു. മൊഴികളൊന്നും കൃത്യമായിരുന്ന ഒരു മാധ്യമ പ്രവർത്തനം കിട്ടത്തില്ല. കിട്ടാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അന്ന് തന്നെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു, നമ്മൾ സ്റ്റാൻഡ് എടുത്തിരുന്നു ശബരിമലയിൽ നിന്ന് നടത്തിയ സ്വർണ്ണക്കൊള്ളയിലെ ഏത് ഉന്നതനാണെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുന്നത്. കാരണം അത് കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു മൊത്തം ആവശ്യമാണ്. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ ആ നിയന്ത്രണം നടത്തുന്ന അന്വേഷണം വിശ്വസനീയമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ സംഘം തന്നെ അന്വേഷിച്ച് ഇപ്പോൾ ആദ്യം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ നടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ അന്വേഷണം അവസാനിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ മുരാരി ബാബു എന്ന് പറഞ്ഞ കൊടുങ്കള്ളനെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിന് ശേഷം അപ്പോഴും പറഞ്ഞു ഈ രണ്ടുപേരും ചിലപ്പോൾ ഒതുങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സുധീഷ് കുമാർ എന്ന് പറയുന്ന മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാളുടെ മൊഴി നിങ്ങളെ വിശ്വസിക്കാമെങ്കിൽ 100% എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദേവസ്വം ബോർഡിന്റെ അധികൃതർ ഇതിനകത്ത് പങ്കുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പ്രേരണയാണ് താൻ ചെയ്തെന്നും അയാൾ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിസ്സംശയം പറയാം ഈ അന്വേഷണം ഈ ഉന്നതത്തിലേക്ക് തന്നെ നീങ്ങുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പല ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിർഭയം പറഞ്ഞിട്ടുണ്ട്. 2019 ദേവസ്വം ബോർഡിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരെ അറിയാതെ കണ്ട് അന്ന് ഈ പറയുന്ന സ്വർണ്ണപ്പാളിയും, അതായത് നമ്മുടെ വിജയമല്യ 1998 സമർപ്പിച്ച സ്വർണ്ണപ്പാളിയും അത് ക്ലാഡ് ചെയ്ത സ്വർണം, സ്വർണം ക്ലാഡ് ചെയ്തു 98 അത് ഇപ്പോൾ രേഖകൾ ഏതാണ്ട് അതിനോടനുബന്ധമായിട്ട് സത്യമാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും സത്യം തന്നെ തുണയുന്നില്ല. ലോകത്തിലെ മലയാളി സമൂഹത്തിൽ ഒരു 10-40 വയസ്സ് 10-30 വയസ്സ് പ്രായമുള്ള ഏതൊരു വ്യക്തിക്ക് ഓർമ്മയുണ്ട്. അന്ന് അതൊരു വലിയ സംഭവമാണ്. തന്നെയുമല്ല അഭിലാഷ്, പ്രധാനപ്പെട്ട അതിൽ 26ഓളം ക്ഷേത്രങ്ങളിൽ അന്ന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലായിരുന്നു. ഇന്ത്യയിലെ നമ്പർ 1 വ്യവസായമായിരുന്ന വിജയമല്യ 26 ക്ഷേത്രങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ മാത്രം അദ്ദേഹം സ്വർണം കൊണ്ട് പലതും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇന്നേ വരെ ചെമ്പാണെന്നൊരു വാർത്ത വന്നിട്ടില്ല. അപ്പൊ ശബരിമലയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം ചെമ്പ് വാളികൾ സ്വർണം പൂശി കൊടുക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. അപ്പൊ ഈ ഉന്നതർക്ക് പങ്കുണ്ട്. ആ പങ്കാളികളായവരെ കണ്ടുപിടിക്കും. ഈ ഗവൺമെന്റ് അതിനോടൊപ്പമാണ്, ദേവസ്വം മന്ത്രി അതിനോടൊപ്പമാണ്. അതിന്റെ സൂചനകൾ പുറത്തു വരും. ഇപ്പൊ 6-8 ആഴ്ചയാണ് ഈ അന്വേഷണം നീളുന്നത്. തന്നെയുമല്ല മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടർ ഉണ്ട്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും 2 ഭരണസമിതി മെമ്പർമാരെയും 8ഓളം ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇതിനകത്ത് പ്രതിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നിസ്സാരമായിട്ട് ആരെങ്കിലും പ്രതിയാക്കുമോ? അപ്പൊ നമ്മൾ അതാരൊക്കെയാ? N വാസുവും പത്മകുമാറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആള്. ഈ വാസു എന്ന് പറഞ്ഞ ആള് ഈ മോഷണം നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസിംഗ് ആണ്. ഇത് ഏത് കാലത്താണ് ഇത് തട്ടിക്കൊണ്ട് പോയത്? ഇനി 2004 ഇയാൾ അവിടെ നുഴഞ്ഞു കയറുന്നത് ഈ ഗജ ഫ്രോഡ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അവിടെ മുതൽ 2019 മുതൽ വരെയുള്ള കാലയളവിൽ ആരെല്ലാമാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തത്? അവരുടെ എല്ലാ രേഖകളും സഹിതം അതെ. പക്ഷേ അവിടെ കൃത്യമായി സ്വർണ്ണപ്പാളി മാറ്റിയ സമയം എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത്. അല്ല, അന്നേരം വേറൊന്നുണ്ട്. മാറ്റിക്കൊണ്ട് പോകുമ്പോൾ സ്വർണ്ണപ്പാളി ആയിരുന്നോ അതോ അതിനു മുമ്പ് മാറ്റിയോ? ഇതൊക്കെ തെളിവ് പറയണ്ടത്. നമ്മള് വെറുതെ ആരെങ്കിലും സംശയിക്കുന്ന അർത്ഥമില്ലല്ലോ. ഒരാളെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഈ മുരാരി ബാബുവും ഈ സുധീഷ് കുമാറും ദേവസ്വത്തിന്റെ ഉന്നതരും കൂടെ അറിയാതെ കണ്ട് ഒരു കാരണവശാലും ഈ സാധനം അവിടെ ഈ മുരാരി ബാബു അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ സുധീഷ് കുമാർ എന്നതിനൊക്കെ അപ്പുറത്ത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാസുവും പത്മകുമാറും ഉൾപ്പെടെയുള്ള പേരുകൾ കൂടി ചേർത്ത് വെക്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാം പ്രതിപട്ടികയിലുണ്ട്. 2 മെമ്പർമാർ സഹിത പ്രതിപട്ടികയിലുണ്ട്. പ്രതിപട്ടികയിലുള്ളതിന്റെ പേരിൽ ഒരാളെ കുറ്റവാളിയായിട്ട് കണക്കാക്കാൻ പറ്റിയത് നമ്മൾ അങ്ങനെ പ്രജുഡീസ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അത് കോടതിയെ തീരുമാനിക്കേണ്ടത് ഇവർ പ്രതികളാണോ കുറ്റവാളികളാണെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൃഢനിശ്ചയമുള്ള ഒരു ഗവൺമെന്റും
അതുപോലെ തന്നെ കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ശബരിമലയിൽ ആ ക്ഷേത്രത്തിൽ ലോകവ്യാപകമായിട്ടുള്ള തീർത്ഥാടകർ വരുന്ന അഭിമാനമായ രാജ്യത്തിന്റെ നാടിന്റെ അഭിമാനമായ ശബരിമലയിൽ കൊള്ള നടത്തിയവന്മാരെ ഈ ഗവൺമെന്റിന്റെ പിന്തുണയോട് ഈ ഉദ്യോഗസ്ഥന്മാർ അവരിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാൻ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ശരി, അപ്പോൾ ശ്രീ റെജി ലൂക്കസ്, താങ്കൾ ഇത് പറയുമ്പോൾ പോലും സർക്കാരിന്റെ പ്രതിരോധവും ഒക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ ഇതാ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സംവിധാനമായാണ് പ്രവർത്തിക്കുന്നത്, സർക്കാർ സംവിധാനങ്ങൾക്ക് വലിയ സ്വാധീനമില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അവിടേക്ക് നിയമിക്കപ്പെടുന്നത് ആരാണ്, ആ നോമിനികൾ ആരാണ് എന്നതൊക്കെ നമുക്കറിയാം. ഇപ്പോഴീ പറയുന്ന വാസുവാകട്ടെ പത്മകുമാർ ആകട്ടെ അവരുടെ പശ്ചാത്തലം നമുക്കറിയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ബോർഡ് എന്ന സംവിധാനം, ആ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരൊക്കെ വലിയ തോതിൽ സംശയനിഴലിൽ ആവുകയല്ലേ? ഇല്ല, അങ്ങനെ നമ്മള് സംശയനിഴലിലേക്ക് മാറ്റരുത്. നമ്മൾ അതിനുള്ള റൈറ്റ് ഒരു നമുക്കൊന്നുമില്ല. അതൊക്കെ തീരുമാനിക്കേണ്ട അന്വേഷണ ഏജൻസിയിലൂടെ കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അഭിലാഷ് സംശയിക്കേണ്ട, കേരളത്തിലെ മുഴുവൻ ലോകത്തിലെ മുഴുവൻ മലയാളികളും ഇവരിൽ ചിലരെ സംശയത്തോടെ കാണുന്നത്. കാരണം അതിനുള്ള സാഹചര്യത്തിലൂടെയൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു. ഇപ്പൊ താഴികക്കുളം, പിന്നെ ഇറിഡി എന്ന് പറയുന്ന പിന്നെ എന്താ പറയാ ഇത് താഴികക്കുളം അവിടെ കാണാനില്ലെന്നാ പറയുന്നത്. അത് കൊണ്ടുപോയത് തന്ത്രി എന്ന് പറയുന്നു. തന്ത്രിയുടെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പത്തര എന്ന് പറഞ്ഞ് തന്ത്രി നിൽക്കുന്നുണ്ട്. കോടാനുകോടികൾ അതിന്റെ വില. ഇറിഡി എന്ന് പറയുന്ന മെറ്റൽ അതിന് വില മതിക്കാൻ പറ്റത്തില്ല. 500 കോടി വരെ വരും അതിന്റെ. ആ ഇറിഡി വഴങ്ങിയ താഴികക്കുളം, താഴികക്കുളം എന്നുള്ള പേര് തെറ്റിക്കാൻ ശ്രമിക്കണം, താഴികക്കുളം തന്നെയാണ്. അത് കൂടാണ്ട് താഴെ വെച്ചിരിക്കുന്ന വേറൊരു സാധനം അതും അടിച്ചെടുത്തോണ്ട് പോയെന്നാ പറയുന്നത്. ഇതിനേക്കാളൊക്കെ ഭീകരമായ കൊണ്ടേ അത് എന്തുകൊണ്ടാണ് ഈ തന്ത്രി തിരിച്ചു വെക്കാത്തത്? അദ്ദേഹം പറഞ്ഞ ഞാൻ എടുത്തോണ്ട് പോയി, അതെനിക്ക് ഇത് എന്തോ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് ഇറക്കിയപ്പോൾ അതെനിക്ക് ഞാൻ കൊണ്ടുപോവാണ്, എന്റെ അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞോ അയാളെ കൊണ്ടുപോയതാ പറയുന്നത്. അത് വാർത്തകൾ വന്നിരുന്നു, അത് ഫാക്ടറാ. അത് എങ്ങനെയാണ് അത് പുറത്തു വരാൻ കാരണം? 30 വർഷക്കാലം ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത കോട്ടയം ജില്ലക്കാരനായ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകർ ഇതിനെതിരെ പരാതി നൽകിയപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരാതി നൽകിയപ്പോഴാണ്, വിജിലൻസിന് പരാതി നൽകി, ദേവസ്വം ബോർഡിന് പരാതി നൽകിയപ്പോഴാണ് ഈ വിവരം. അല്ല, അങ്ങനെ തന്ത്രി കുടുംബം അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ടവർ അത് എടുത്തുകൊണ്ട് പോയാൽ പോലും അത് ദേവസ്വം ബോർഡിന്റെ പിഴവല്ലേ? അങ്ങനെ ദേവസ്വം ബോർഡിന്റെ അറിവില്ലാതെ അവർക്കും ഇത് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും എനിക്കൊരു മറുപടിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം നിയമത്തിന് മുമ്പിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഞാൻ ഒറ്റ വാചകോടെ പറഞ്ഞിട്ട് പറയാം. ദേവസ്വം ബോർഡിന്റെ അനുമതിയോട് അതായത് ഇറിഡിയം പിന്നെ അടങ്ങിയ ഒരു ലോഹ വസ്തു താഴികക്കുളം പിന്നെ ഒരു തന്ത്രിക്ക് കൊടുത്തു വിട്ടു. തന്ത്രിക്ക് അത് മോഷണമായിട്ട് കൊടുത്തല്ല, അത് അവകാശപ്പെട്ടു, എനിക്കുള്ള അവകാശമാണ്. എന്ത് അവകാശമാണ്? പക്ഷേ അവിടെ ശ്രീ റെജി ലൂക്കസ് അങ്ങനെ കൊണ്ടുപോയാൽ പോലും, അതായത് ഈ തന്ത്രി കുടുംബമാകട്ടെ അവിടുത്തെ മേൽശാന്തിമാരാകട്ടെ, അവർ അവിടെ ഈ പൂജയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ആണ് ചെയ്യുന്നത്, അതിന്റെ ദൈവീകതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് അവിടെയുള്ള മെറ്റീരിയലുകൾ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികമായി നമുക്ക് ആ കെട്ടിടമാകട്ടെ അതിൻ്റെ വസ്തുവകകളാകട്ടെ ഇതിൻ്റെയൊക്കെ നിയന്ത്രണം എന്നത് ദേവസ്വം ബോർഡിനല്ലേ? അല്ല, തീർച്ചയായിട്ടും അതാരും നിഷേധിക്കുന്നില്ലല്ലോ. ഞാൻ അഭിലാഷിനോട് വേറൊരു കാര്യം പറയാം, യുക്തിഭദ്രമായ ഒരു കാര്യം പറയാം. ഈ ദൈവങ്ങളുടെ സങ്കല്പങ്ങളിലും ദേവാലയങ്ങളിലും ദൈവങ്ങളോടും അതിന്റെ സങ്കല്പങ്ങളോട് അടുത്ത് നിൽക്കുന്നവരാണ് യഥാർത്ഥ അവിശ്വാസി. അല്ലെങ്കിൽ ഇതിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും മുട്ടുസൂചിയോട് കൊണ്ടുപോകും. നമ്മുടെ മുമ്പിലൊക്കെ ഇവര് ഭക്തരായിട്ട് നടിക്കും. ഞാൻ ചില ചിത്രങ്ങൾ കാണുമ്പോൾ നടിക്കുമ്പോൾ, ഞാൻ ശബരിമല യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശബരിമല സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ നിന്നുകൊണ്ട് ഈ കൊള്ള നടത്തിയപ്പോൾ ഇവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിനെ വിശ്വസിക്കാത്തവര്, ദൈവത്തിനോട്. അതാണ് ഈ വിമർശനമെല്ലാം. അതായത് ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ നിലനിർത്തേണ്ടതുണ്ടോ? എന്തിനാണ് ഈ അവിശ്വാസികളുടെ കയ്യിൽ ഈ ദേവാലയങ്ങളെ ഏൽപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഇപ്പോൾ. അല്ല, മൈൻഡ് റീഡ് ചെയ്തിട്ടാണ് ദൈവവിശ്വാസിയാണല്ലോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? വിശ്വാസം ഏൽപ്പിക്കുന്നല്ലേ? UDF കാലത്തും ഇല്ലേ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പേഴ്സ്, പ്രസിഡന്റുമാരും, ഇവരെല്ലാം ഞാൻ പറഞ്ഞ ഇതൊരു കോമൺ ഫാക്ടറാ. ഇപ്പൊ ഈ പറയുന്ന മുരാരി ബാബു എന്ന് പറഞ്ഞ ഗജ ഫ്രോഡ് എന്റെ നാട്ടിലെ ഞങ്ങൾക്കൊക്കെ വളരെ മാനസികമായ അറ്റാച്ച്മെന്റ് ഉള്ള ഞങ്ങളുടെ നാട്ടിലെ ഏറ്റുമാനൂർ ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ഏറ്റവും വലിയ സ്വീകരണം കൊടുത്ത് ഏറ്റുമാനൂർ പള്ളിയാ. കാരണം ഞങ്ങളുടെ നാടിന്റെ ഒരു സാംസ്കാരിക അഭിമാനത്തോടെ ഞങ്ങൾ പറയും, അവിടുന്ന് ഇവ കൊള്ളടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. വാർത്ത പുറത്തു വന്നില്ലേ? ഇവരൊന്നും ഇനി ഭൂമി കാണരുത്, ഇവനൊക്കെ തടവറയിലേക്ക് തന്നെ പോകണം. ഇവനൊക്കെ എക്സ്ക്യൂസ് കൊടുക്കുന്ന നിയമ സംവിധാനം പോലും ഒരിക്കലും നമുക്ക് അഫോർഡബിൾ ആയിരിക്കുക ഒരു തർക്കമല്ല കാര്യത്തിൽ.